പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ നടക്കുന്ന മഹനീയ സമ്മേളനത്തിൻ്റെ പ്രോഗ്രാം ഇവിടെ വായിക്കുകയാണ്. ആദ്യമായി പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ, ദാനങ്ങൾ യാചിച്ചു വയ്ക്കും. തുടർന്ന് എപ്പിസ്കോപ്പൽ വികാരി മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പൂവത്തുങ്കൽ ഈ പ്രൗഢസദസ്സിന് ഔദ്യോഗികമായി സ്വാഗതം ആശംസിക്കും. അതിനുശേഷം നാം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രൂപതയെ സംബന്ധിച്ചുള്ള സുപ്രധാനമായ പ്രഖ്യാപനം അഭിവന്യ സെബാസ്റ്റ്യൻ തെക്കത്തേച്ചേരിൽ പിതാവ് നിർവഹിക്കും. അതിനുശേഷം അപ്പോസ്തോലിക് നൂൻസിയോയുടെ ഇത് സംബന്ധിച്ചുള്ള കത്ത് നമ്മുടെ രൂപത ചാൻസലർ മോൺസിഞ്ഞോർ ജോസ് നവസ് വായിക്കുന്നതാണ്. തുടർന്ന് വെസ്റ്റിംഗ് സെറിമണിയാണ്, സ്ഥാനചിഹ്നങ്ങൾ അണിയിക്കുക എന്ന ചുമതല. അതേ തുടർന്ന് സർവേശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രതിഷ്ഠാ സ്തോത്രഗീതം തേദോവും ആലപിക്കും. പിന്നീട് ഒരു മറുപടി പ്രസംഗം ഉണ്ടായിരിക്കും. അവസാനം സമാപന ആശീർവാദത്തോടെ നമ്മുടെ ഈ ചടങ്ങുകൾ അവസാനിക്കുകയും ചെയ്യും. സെബാസ്റ്റ്യൻ തെക്കത്തേച്ചേരിൽ പിതാവേ, രൂപതയുടെ വികാരി ജനറൽ അഭിവന്ധ്യ മോൺസിഞ്ഞോർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിലച്ച, ചാൻസലർ അഭിവന്ധ്യ മോൺസിഞ്ഞോർ ജോസ് നവാസച്ച, മോൺസിഞ്ഞോർ ഹെൻറിയച്ച, പെരിയ ബഹുമാനപ്പെട്ട ഫോന വികാരി അച്ഛന്മാരെ, ഏറ്റവും മന്ദിരായ സന്യസ്ത സഹോദരങ്ങളെ, രൂപത പാസ്റ്റർ കൗൺസിൽ മെമ്പേഴ്സ്, രൂപതയിലെ സംഘടനകളുടെ നേതൃത്വം വഹിക്കുന്നവരെ, വൈദിക വിദ്യാർത്ഥികളെ, വിജയപുരം രൂപതയുടെ ചരിത്ര താളുകളിൽ സുവർണ ലിഖിതങ്ങളാൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു ദിവസമായിട്ട് 2024 ജനുവരി 13 തീരുന്നു.
സങ്കീർത്തനത്തിൻ്റെ പൂർത്തീകരണമാണത്. 118-ാം സങ്കീർത്തനം 24-ാമത്തെ വചനം. കർത്താവ് ഒരുക്കിയ ദിവസമാണിത്, ഇന്ന് നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. ഒരുപാട് നാളത്തെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിനും ദൈവം ഉത്തരം തരാതിരിക്കില്ലല്ലോ. 118-ാം സങ്കീർത്തനം 29-ാം വചനം. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവാൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ഈ രൂപത സംഗമത്തിൽ, രൂപതയുടെ ഹൃദയത്തിൻ്റെ ഈ കൂട്ടായ്മയിൽ ഇന്ന് പങ്കുചേരുവാനായിട്ട്, പ്രത്യേകിച്ച് രൂപതയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു പിതാവായി നിന്നുകൊണ്ട്, നാഥനായി നിന്നുകൊണ്ട്, ഇടയനായി നിന്നുകൊണ്ട് രൂപതയ്ക്ക് നേതൃത്വം വഹിക്കുന്ന അഭിവന്ദ്യ പിതാവ് KLCC യോഗം നടക്കുന്നു. രൂപതയെ സംബന്ധിച്ചുള്ള പ്രത്യേക നിമിഷത്തിൽ ഓടി രൂപത അമ്മയുടെ രൂപത ഭദ്രാസനാലയത്തിൽ അഭിവന്ദ്യ പിതാവ് എത്തിയിരിക്കുന്നു. നമുക്കെന്നും സന്തോഷവും അനുഗ്രഹം തരുന്ന പിതാവിനെ രൂപതയുടെ കൂട്ടായ്മയുടെ പേരിൽ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദ്യ മോൺസിഞ്ഞോർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിലച്ചൻ നമ്മളോടുകൂടി ആയിരിക്കുന്ന രൂപതയുടെ എല്ലാ കാര്യങ്ങൾക്കും പിതാവിനോടൊപ്പം നിന്ന് ചുക്കാൻ പിടിക്കുന്ന, ശക്തമായിട്ടുള്ള നേതൃത്വം നൽകുന്ന, ഒത്തിരി ദൈവാശ്രയത്വമുള്ള പ്രിയപ്പെട്ട മോൺസിഞ്ഞോർ നമ്മളോടുകൂടിയുണ്ട്. മോൺസിഞ്ഞോറിനെ ഒരുപാട് സ്നേഹത്തോടെ രൂപതാ കുടുംബം ആത്മാർത്ഥമായിട്ട് അമ്മ മാതാവിൻ്റെ ഈ സവിധത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രൂപത ചാൻസലർ അഭിവന്ദ്യ മോൺസിഞ്ഞോർ ജോസ് നവസച്ചൻ നമ്മളോടുകൂടിയുണ്ട്. മോൺസിഞ്ഞോറിനെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മോൺസിഞ്ഞോർ ഹെൻറി കൊച്ചുപറമ്പിൽ രൂപത ഫോന വികാരി അച്ഛമ്മ, നമ്മുടെ അയൽ ഇടവകളിൽ നിന്നുള്ള പ്രത്യേകത്തിലെ ഫോന വികാരി അച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ സന്യാസ സഭകളുടെ അധിപന്മാരും അധിപകളും എത്തിയിട്ടുണ്ട്. ഒപ്പം രൂപത സന്യാസ സഭയിലെ സിസ്റ്റേഴ്സ് എത്തിയിട്ടുണ്ട്. നമ്മുടെ രൂപത സെമിനാരിയിൽ നിന്നുള്ളവരൊപ്പം നിരവധി മീഡിയ പ്രവർത്തകർ നമ്മളോടുകൂടി പങ്കുചേരുന്നുണ്ട്. നമ്മുടെ രൂപത പാസ്റ്റർ കൗൺസിൽ മെമ്പേഴ്സ് എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ ഈ സവിധത്തിലേക്ക്, നമ്മുടെ ആത്മഭവനത്തിലേക്ക്, പ്രത്യേകിച്ച് കർത്താവ് ഒരുക്കിയ ദിവസത്തിൻ്റെ ആനന്ദം പങ്കുവെക്കുവാനായിട്ട് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മോൺസിഞ്ഞോർ സെബാസ്റ്റ്യനും ഞാനും തമ്മിൽ ഒത്തിരി പൊരുത്തമുണ്ട്. കാരണം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ആദ്യം പറഞ്ഞത്, നമ്മുടെ രൂപതയുടെ ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ട ഒരു മഹാസംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ വിമലേരി മാതാവിൻ്റെ നമ്മുടെ രൂപത ഭദ്രാസന ദേവാലയത്തിൽ നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നു പറയാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, ഞാൻ മെത്രാനായിട്ട് 18 വർഷമാകുന്നു. ഈ 18 വർഷം കൊണ്ട് ഒന്നും ചെയ്തില്ല. രൂപത ഇങ്ങനെ പോയാൽ പോരാ, പിന്നാണ് എനിക്ക് പ്രായവുമായി ഈ ഒരു 4-5 വർഷം കൂടെയൊക്കെ ഉള്ളൂ. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ രൂപതയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടണം, സജീവമാകണം, ക്രിയാത്മകമാകണം. ഇതൊക്കെ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ തിരിച്ചറിവാണ്. എപ്പോഴും ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള രൂപതകൾ എപ്രകാരം പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ പരിശുദ്ധ സിംഹാസനം അന്വേഷിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ രാജ്യം ലോകത്ത് നടപ്പാക്കാൻ വേണ്ടിയാണ് മനുഷ്യരുടെ ഇടയിൽ നിന്ന് പ്രത്യേകമായി ചിലരെ തിരഞ്ഞെടുത്ത് ആ മനുഷ്യരെ നയിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും സേവിക്കുന്നതിനും ഔദ്യോഗികമായി അവരോധിക്കുന്നത്. വൈദികർ തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ള ഹെബ്രായരുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പഴയ നിയമത്തിലെ പൗരോഹിത്യ പാരമ്പര്യമനുസരിച്ച് ലേവായ
വർഗത്തിൽ നിന്നാണ് പുരോഹിതന്മാർ ഉണ്ടായിരുന്നതെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സാധാരണ മനുഷ്യരിൽ നിന്ന് അവരുടെ ജനനമോ അവരുടെ കുടുംബ മഹിമയോ അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങളോ ഒന്നും വകവയ്ക്കാതെ ദൈവം പ്രത്യേകമായി കരുതുന്നവരെ തിരഞ്ഞെടുത്ത് അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് നിറച്ച് അവരെ ശക്തിപ്പെടുത്തി മറ്റൊരു ക്രിസ്തുവായി ഈ ലോകത്ത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് വിളിക്കപ്പെടുന്നത്. അപ്രകാരം പുരോഹിതർ വിളിക്കപ്പെടുകയാണെങ്കിൽ അങ്ങനെയുള്ള പുരോഹിതരുടെ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയാണ് മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെടുന്നവർക്ക് നൽകുന്നത്. ഇതൊരാൾ സ്വന്തമായിട്ട് നേടിയെടുക്കുന്നതല്ല. മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അത് ധാരാളം കഴിവുകളും യോഗ്യതകളും ഒക്കെയുള്ള അനേകം വൈദികരുണ്ടാകും. എന്നാൽ പരിശുദ്ധാത്മാവാൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് മെത്രാൻ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ രൂപതയുടെ പ്രവർത്തനം കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകണം. അപ്പം അങ്ങനെ വരുമ്പോൾ രോഗവും പ്രായവും ഇങ്ങനെയൊക്കെയുള്ള എൻ്റെ ഒരു സൗകര്യങ്ങളും ഇതൊക്കെ കുറവായതുകൊണ്ട് ഒരു 2 വർഷമായിട്ടുള്ള പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ചിന്തയെന്ന് പറയുന്നത് ഈ വിശാലമായ രൂപതയെ നയിക്കാനായിട്ട് ഒരു സഹായിയെ നൽകണം. 2 വർഷം മുമ്പ്, 2-3 വർഷം അന്നത്തെ അപ്പസ്തോലൻ നുൻഷ്യോ എന്നോട് പറഞ്ഞായിരുന്നു, അപ്പോൾ നമ്മളുടെ ഒരു ദീർഘകാല സ്വപ്നം, നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് നമ്മുടെ വിശാലമായ ഈ രൂപത വിഭജിക്കപ്പെടുകയും കുറച്ചും കൂടെ ഒരു മെത്രാന്റെ അന്വേഷണം അത്യാവശ്യമാണ് എന്ന് ഉള്ള ആ ഒരു ചിന്തയുടെ വെളിച്ചത്തിൽ നമ്മൾ പല പ്രാവശ്യം പരിശുദ്ധ സിംഹാസനത്തോട് ആവശ്യപ്പെടുകയും അവർ വേണ്ട രീതിയിലൊക്കെ പ്രതികരിക്കുകയും അന്വേഷണങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തെങ്കിലും എന്തോ കാരണവശാൽ ഇന്ന് വരെ അത് സാധ്യമായിട്ടില്ല. അത് നമ്മുടെ വലിയൊരു ദുഃഖമായിട്ട് അവശേഷിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പൗരസ്ത്യ ജനതകളുടെ സുവിശേഷവൽക്കരണത്തിൻ്റെ ഡൈക്കാസ്ട്രിയുടെ പ്രീഫെക്റ്റായ കടൽ താഗ്ലയെ കണ്ടപ്പോഴും ഈ വിവരം പറയുകയും നമ്മളുടെ രൂപതയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ റിപ്പോർട്ടൊക്കെ സമർപ്പിക്കുകയും ചെയ്തപ്പോഴും അദ്ദേഹം എന്നോട് പറഞ്ഞതും, ഇപ്പോഴേ കത്തോലിക്ക സഭയുടെ അല്ലെ പരിശുദ്ധ പിതാവിൻ്റെ പോളിസി അനുസരിച്ച് വിഭജനത്തിന് മുൻഗണന കൊടുക്കാറില്ല. എന്നാൽ ആ രൂപതയുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണം. അതിന് സഹ മെത്രാന്മാരെ നൽകുന്നതായിരിക്കും എന്ന് പറയുകയും നിങ്ങൾക്ക് അപ്രകാരം ഒരു സഹായിയെ കണ്ടെത്തുന്നതുമാണെന്ന് പറയുകയും, അങ്ങനെ 3 വർഷം മുമ്പാണ് എന്നെ പറയുന്നത്. അതിനുശേഷമുള്ള അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് ഞാൻ വായിച്ചു നോക്കുന്ന 4:30 ശേഷമേ പറയാവൂ. അതാണ് ഇപ്പം 4:30 അപ്പോൾ അതിൻ്റെ ഫലമായി പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ നമ്മളുടെ വൈദികരുടെ ഇടയിൽ നിന്ന് ഒരു ഇടയനെ
ഔക്സിലറി ബിഷപ്പിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ വൈദികൻ പാമ്പനാർ സേക്രഡ് ഹാർട്ട് ഇടവക അംഗമായ മോൺസിഞ്ഞോർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ അച്ഛനാണ്. അച്ഛനെ നിയമിച്ചുകൊണ്ടുള്ള ആ ഓർഡർ നമ്മുടെ അപ്പസ്തോലിക് ന്യൂൻഷ്യസ് വഴി നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ഓർഡർ ഇപ്പോൾ രൂപത ചാൻസലർ വായിക്കുന്നതായി. വായിച്ചു കഴിഞ്ഞു. From Apostolic Nunciature in India on 13th January 2024 at 4:30 p.m. Your Lordship, I have the pleasure to inform you that His Holiness Pope Francis has appointed Reverend Justin Alexander Madathirparambil of the clergy of the Diocese of Vijayapuram, presently Vicar General, as Auxiliary Bishop of Vijayapuram. This provision will be made public in Rome on Saturday 13th January 2024 at noon, corresponding to 4:30 p.m. Indian Standard Time. Until then, this news is to be maintained under the seal of pontifical secret. Let us entrust to the intercession of the Virgin Mary the episcopal ministry of the new auxiliary bishop of Vijayapuram. With fraternal regards and best wishes, I remain yours sincerely in Christ, Archbishop Leopoldo Guerrelli, Apostolic Nuncio.
സംശുദ്ധൻ ഭൂവും വാനവും തന്മഹീമയ തിങ്ങിടും നല്ലോ സന്തതം ശ്രീയേഴും സാക്ഷികൾ നിത്യാനന്ദ പ്രതാപവാനങ്ങി വാഴ്ത്തിടുന്നു നിരന്തരം വാഴ്ത്തിടുന്നു നിരന്തരം നിഷ്ഠുരൻ പ്രഭപൂരിതൻ തദ നിത്യനാളികൾ സൂര്യേ അഭിവന്യ പിതാവേ, നമ്മുടെ രൂപതയുടെ ചാൻസലർ അഭിവന്യ മോൺസിഞ്ഞോർ ജോസ് നവസ്, മോൺസിഞ്ഞോർ ഹെൻറി കൊച്ചുപറമ്പിൽ, മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പൂവത്തിങ്കൽ, ഇന്നിവിടെ ആയിരിക്കുന്ന സ്നേഹം നിറഞ്ഞ വല്യച്ഛന്മാരെ, ഫൊറോന വികാരിയച്ഛന്മാരെ, എൻ്റെ പ്രിയ സഹോദര വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സെമിനാരി വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, എൻ്റെ ബലഹീനതകൾ, എൻ്റെ കുറവുകൾ എനിക്കറിയാം. എന്നാൽ എന്നേക്കാൾ അധികം എൻ്റെ കുറവുകളും എൻ്റെ പോരായ്മകളും എൻ്റെ ബലഹീനതകളും അറിയുന്ന എൻ്റെ ദൈവം ഉന്നതമായ ഈ പദവിയിലേക്ക് എന്നെ തിരഞ്ഞെടുത്തത് അവിടുത്തെ അതിരുകളില്ലാത്ത കാരുണ്യത്തിൻ്റെ അടയാളമാണ് എന്ന് ഞാൻ വിശ്വസിക്കുക. ഞാൻ ഏറ്റുപറയുകയാണ്. ത്രിത്വൈക ദൈവത്തിനും എന്നെ ഇതുവരെ പരിപാലിച്ചു പോകുന്ന പരിശുദ്ധ വിമലഗിരി മാതാവിനും
വിശുദ്ധ യോസേപ്പ് പിതാവിനും ആരാധനയും സ്തുതിയും ഞാൻ അർപ്പിക്കുന്നു. ദൈവപിതാവിൻ്റെ ഹിതമറിഞ്ഞ് എന്നെ ഈ ഉന്നത പദവിയിലേക്ക് പേരു ചൊല്ലി വിളിച്ച പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ്ക്കും ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി അഭിവന്യ ആർച്ച് ബിഷപ്പ് ലെയോപോൾഡോ ചിറയിലേക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ വിളിയിൽ മുന്നോട്ടു പോകാൻ ഭയന്നു നിന്ന എനിക്ക് എൻ്റെ ശിരസിൽ കുരിശടയാളം വരച്ച് മുന്നോട്ടു പോകാൻ എൻ്റെ അപ്പച്ചൻ്റെയും അമ്മയുടെയും സാന്നിധ്യമായി എനിക്ക് ശക്തിയും ഊർജവും നൽകി പ്രാർത്ഥനകളാൽ ഈ ദിവസം എന്നെ ശക്തിപ്പെടുത്തിയത്, ഒപ്പം ഈ ദിനത്തിൻ്റെ എല്ലാ കർമ്മങ്ങൾക്കും നേതൃത്വം നൽകിയ നമ്മുടെ അഭിവന്യ പിതാവ് സെബാസ്റ്റ്യൻ തെക്കത്തിച്ചേരിൽ പിതാവിന് പ്രാർത്ഥനകളോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇന്നേ ദിനം ഇവിടെ ആയിരിക്കുന്ന രൂപത ചാൻസലർ അഭിവന്യ മോൺസിഞ്ഞോർ ജോസ് നവസ്, രൂപത ആലോചന സമിതി അംഗങ്ങൾ, മോൺസിഞ്ഞോർ ഹെൻറി കൊച്ചുപറമ്പിൽ, ഈ കത്തീഡ്രലിൻ്റെ റെക്ടറും നാഗമ്പടം സെന്റ് ആന്നീസ് തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ റെക്ടറുമായിരിക്കുന്ന അഭിവന്യ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പൂവത്തിങ്കൽ, നമ്മുടെ രൂപതയിലെ ഫൊറോന വികാരിയച്ചന്മാർ, നമ്മുടെ എല്ലാ വല്യച്ചന്മാരും, കൂരിയായിലെയും വിവിധ ഇടവകളിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ സഹോദര വൈദികർക്കും, രൂപതയുടെ പ്രൊക്കുറേറ്റർ സ്നേഹബഹുമാനം നിറഞ്ഞ ഹിലരിയച്ചനും, വിവിധ സന്യാസ ഭവനങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന പ്രൊഫഷണൽ സുപ്പീരിയേഴ്സ്, സുപ്പീരിയർമാർ, സിസ്റ്റേഴ്സ്, രൂപത പാസ്റ്ററൽ സമിതി അംഗങ്ങൾ, രൂപതയുടെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഇവിടെ ആയിരിക്കുന്ന ഭാരവാഹികൾ, നമ്മുടെ രൂപതയുടെ PRO അഡ്വക്കേറ്റ് ഹെൻറി ജോൺ, ഇന്നിവിടെ ആയിരിക്കുന്ന സ്നേഹബഹുമാനവും ആദരവും നിറഞ്ഞ മാധ്യമ പ്രവർത്തകർ, വിവിധ ഇടവകളിൽ നിന്നുമായിരിക്കുന്ന ഇടവക ജനങ്ങൾ, സെമിനാരി വിദ്യാർത്ഥികൾ, നവമാധ്യമത്തിലൂടെ എനിക്ക് വേണ്ടി ഈ കർമ്മങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സമീപസ്ഥരും വിദൂരസ്ഥരുമായ എല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദി അർപ്പിക്കുന്നു. അവസാനമായി ഒരു വാക്ക്, എത്രമാത്രം ഉന്നതിയിലാണോ അത്രമാത്രം എളിമപ്പെടണമെന്ന് ഞാൻ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നു. എൻ്റെ ഈ ശുശ്രൂഷയിൽ അഭിവന്യ പിതാവിനോട് ചേർന്ന് രൂപതയെ ശുശ്രൂഷിക്കുവാൻ വേണ്ട എളിമയും ഒപ്പം വിശുദ്ധിയിൽ കൂടുതൽ വളരുവാൻ ഇന്നു മുതൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എല്ലാവർക്കും നന്ദി. അങ്ങേ ആത്മാവോടുകൂടെ
പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിയുക്ത പിതാവ് ദർശനം തരുന്നതായിരിക്കും.